ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: മോളിക്യൂൾസ് എന്നാൽ എന്താണ്? ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്? മോളിക്യൂൾസ് എന്നാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസും കാണിക്കുന്ന ഏറ്റവും ചെറിയ രൂപം. ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ കെമിക്കൽ നെയിം H2O. ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ചേർന്നതാണ് വാട്ടർ. ഇതാണ് വാട്ടറിൻ്റെ മോളിക്യൂൾ. ഈ 3 ആറ്റംസ് ചേർന്നുള്ള ആ ഒരു പാർട്ടിക്കിൾ രൂപമാകുമ്പോൾ അതിനെയാണ് നമ്മൾ വാട്ടറിൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ്, അത് പല സബ്സ്റ്റൻസിൻ്റെയും മോളിക്യൂൾസ് ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസം വരാം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് വ്യത്യാസപ്പെടാം. സീ വാട്ടറിൽ ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും. അമോണിയ എടുക്കുകയാണെങ്കിൽ അമോണിയയുടെ മോളിക്യൂളിൽ ഒരു നൈട്രജനും 3 ഹൈഡ്രജനും. NH3 ആണ് അമോണിയ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 1 കാർബൺ 2 ഓക്സിജൻ. മീഥേൻ എടുക്കുകയാണെങ്കിൽ 1 കാർബൺ 4 ഹൈഡ്രജൻ. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസിൽ വ്യത്യാസപ്പെടാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് അത് മാറാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ്, ഓരോ മോളിക്യൂളിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതും വ്യത്യാസം ഉണ്ടാകും. ആ റേഷ്യോയ്ക്കുള്ള വ്യത്യാസം, അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സിനും റേഷ്യോയിലുമാണ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. വാട്ട് ആർ the important particles of an atom? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: വാട്ട് ആർ സബാറ്റോമിക് പാർട്ടിക്കിൾസ്? ഒരു ആറ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് 3 എണ്ണമാണ്: ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ 3 പാർട്ടിക്കിൾസുമാണ് മേജർ പാർട്ടിക്കിൾസ്. ഇതിനെ 3നെയും ടുഗദറായി നമുക്ക് പറയാം സബാറ്റോമിക് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം: അതിൻ്റെ ന്യൂക്ലിയസ് സെൻറ്ററിലെ ന്യൂക്ലിയസിലുള്ളത് ന്യൂട്രോൺസും പ്രോട്ടോൺസുമാണുള്ളത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഷെല്ലിൽ റിവോൾവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആറ്റത്തിൻ്റെ മാസ് മെയിൻലി ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് ആണ് ഒരു ആറ്റത്തിൻ്റെ വെയിറ്റ് മെയിൻലി ആകുന്നത്. കാരണം ടൈനി പാർട്ടിക്കിളായ ഈ ഇലക്ട്രോൺസിന് വെരി നെഗ്ലിജിബിൾ ആയിട്ടുള്ള മാസേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: വാട്ട് ആർ സബാറ്റോമിക് പാർട്ടിക്കിൾസ്? ഒരു ആറ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്: ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ 3 പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ഇത് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം: ഇത് സെൻറ്റർ പാർട്ട്, അത് ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഡിഫറെൻറ്റ് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ആർ ഇലക്ട്രോൺസ്? ആറ്റത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വളരെ നെഗ്ലിജിബിൾ മാസ്, കുറച്ച് മാസുള്ള ടൈനി ആയിട്ടുള്ള ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് -1.6 × 10⁻⁻19 കുളംബ്. കാഥോഡ് റേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ട്രോൺസ് ഡിസ്കവറി നടന്നത്. ഇലക്ട്രോൺസ് എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. വാട്ട് ആർ പ്രോട്ടോൺസ്? പ്രോട്ടോൺസ് ഒരു ആറ്റത്തിലുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺസ് ഉള്ളത്. പ്രോട്ടോൺസ് ഇലക്ട്രോൺസുമായിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ഹെവിയർ ആണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് സമമാണ്. വാട്ട് ആർ ന്യൂട്രോൺസ്? ആറ്റത്തിലുള്ള ന്യൂട്രോൺസ് എന്ന പാർട്ടിക്കിൾ, അത് ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ന്യൂട്രോൺസിനെ കാണുന്നത്.
ന്യൂട്രോൺസിന്റെ മാസ് അത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസുമായിട്ട് ഏകദേശം ഈക്വൽ ആണ്. അതായത് പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസ് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിനോട് സെയിം ആയിട്ട് തന്നെ. ജെയിംസ് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ന്യൂട്രോൺസിന്റെ ഡിസ്കവറി നടത്തിയത്. ന്യൂക്ലിയസിന്റെ മാസ് നോക്കുമ്പോൾ ആ ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്ന പ്രോട്ടോൺസിന്റെ ടോട്ടൽ മാസിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രോട്ടോൺസിനെ കൂടാതെ വേറെ കുറെ പാർട്ടിക്കിൾ കൂടി ഈ ന്യൂക്ലിയസിൽ ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ന്യൂട്രോണിലെത്തിയത്. ടോപ്പ് ട്യൂഷന്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വാട്ട് ഈസ് ആറ്റമിക് നമ്പർ? ഒരു ആറ്റത്തിന്റെ ആറ്റമിക് നമ്പർ എന്നാൽ ആ ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം ഒരു ആറ്റം അത് ഏത് എലമെന്റിന്റെ ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Z എന്ന ലെറ്റർ ആണ് അതിന് ആറ്റമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ, നമ്മൾ പറയും കാർബണിന്റെ ആറ്റമിക് നമ്പർ 6 ആണ്. അതിനർത്ഥം കാർബണിൽ 6 പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ആറ്റമിക് നമ്പർ 6 ആയത്. ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ ആറ്റമിക് നമ്പറിന് സെയിം ആയിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ന്യൂട്രൽ ആകുമ്പോൾ അതിൽ ചാർജ് ഇല്ല. നമുക്കറിയാം പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസിനോട് ഈക്വലന്റ് എമൗണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആയാലാണ് പോസിറ്റീവും നെഗറ്റീവും ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് ആറ്റം ഒരു ന്യൂട്രൽ ആകുന്നത്. വാട്ട് ഈസ് മാസ് നമ്പർ? ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ടോട്ടൽ നമ്പറാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ളത്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസിന്റെ ടോട്ടൽ നമ്പറാണ്. ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാർബൺ 612 ഇങ്ങനെ റെപ്രസെന്റേഷനിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം? ആറ്റമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ്. ആറ്റമിക് നമ്പർ 6 ആയത് കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു 6 ആണെന്ന് മനസ്സിലാക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ മാസ് നമ്പർ 12 ആണ്. അതായത് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ് 12. പ്രോട്ടോൺസ് നമുക്കറിയാം 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണക്കാക്കുന്നത് 12 മൈനസ് 6. അപ്പോൾ 6 ന്യൂട്രോൺസും ഈ ആറ്റത്തിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇക്വേഷൻ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെയാണ് ആറ്റമിക് നമ്പർ. അപ്പോൾ മാസ് നമ്പർ ഇസ് ഈക്വൽ ടു ആറ്റമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയോൺസ് എന്നാൽ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ്. ന്യൂട്രോൺസും പ്രോട്ടോൺസുമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളത്. അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. വാട്ട് ആർ ഐസോടോപ്സ്? വാട്ട് ആർ ദ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഒരു സെയിം എലമെന്റിന്റെ ഡിഫറെന്റ് ആറ്റംസ് അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ വ്യത്യാസം ഉണ്ടാകും. അത്തരം രണ്ട് ആറ്റംസ് തന്നെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ആറ്റമിക് നമ്പർ സെയിം ആണ്, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഐസോടോപ്പിൽ സെയിം തന്നെയായിരിക്കും. മാസ് നമ്പർ മാറാൻ കാരണം എന്താണ്? ഈ രണ്ട് ആറ്റത്തിലെയും നമ്പർ ഓഫ് ന്യൂട്രോൺസിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ വരുന്നത്. ഐസോടോപ്സ് ആറ്റമിക് നമ്പർ സെയിം ആണ്, അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആണ്. അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസും ഐസോടോപ്പിന് സെയിം തന്നെയായിരിക്കും. കാരണം ആറ്റമിക് നമ്പറാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ട് ഐസോടോപ്പിലും സെയിം ആറ്റമിക് നമ്പറാണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമാണ് ഐസോടോപ്പുകൾ തമ്മിൽ കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. പ്രോട്ടിയം മാസ് നമ്പർ 1, ഡ്യൂട്ടീരിയം മാസ് നമ്പർ 2, ട്രിഷ്യം മാസ് നമ്പർ 3. വാട്ട് ആർ ഐസോബാസ്? ഐസോബാസ് എന്ന് പറഞ്ഞാൽ
ഡിഫറെൻറ്റ് ആറ്റമിക് നമ്പർ ആയിരിക്കും, സെയിം മാസ് നമ്പർ ആയിരിക്കും. രണ്ട് ആറ്റത്തിൻ്റെ മാസ് നമ്പർ സെയിം ആണ്, ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ന്യൂക്ലിയോൺസിൻ്റെ കൗണ്ട് സെയിം ആണ്. അതായത് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ഈ രണ്ട് ഐസോബാസിലെ രണ്ട് എലമെൻറ്റിലെയും ന്യൂക്ലിയോൺസിൻ്റെ കൗണ്ട് ഈക്വൽ ആയിട്ടിരും. അതുകൊണ്ടാണ് അത് ഐസോബാസ് ആയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആർഗോൺ, ക്രിപ്റ്റോൺ, കാൽഷ്യം, ഇതിനകത്ത് ആറ്റമിക് നമ്പർ 18, 19, 20. ആറ്റമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ മാസ് നമ്പർ എല്ലാത്തിൻ്റെയും 40 ആണ് ഇവിടെ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഐസോബാസ് ആണ്. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാകുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിംഗ് നൽകുന്നു. റെഗുലർ ക്ലാസുകൾക്ക് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സുകളും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കൂ. 8006066363. What are cathode rays? What are the important characteristics of cathode rays? Cathode rays എന്നാൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ ഇതൊരു ഡിസ്ചാർജ് ട്യൂബ് ലോ പ്രഷറിലാണ്. ഇവിടെ നെഗറ്റീവ് കാത്തോഡ്, പോസിറ്റീവ് ആനോഡ്. ഈ കാത്തോഡിൽ നിന്നും പുറപ്പെടുന്ന ഈ റേസ് ആണ് കാത്തോഡ് റേസ്. ഇത് ആൻസർ നമുക്ക് എഴുതാം. കാത്തോഡ് റേസ് ആർ സ്ട്രീം ഓഫ് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ നെഗറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഇസ് കാത്തോഡ്, ഇൻ എ വാക്യൂം ട്യൂബ്. ഈ വാക്യൂം ട്യൂബിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പുറപ്പെടുന്ന സ്ട്രീം ഓഫ് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോൺസ്, അതാണ് കാത്തോഡ് റേസ്. ഈ കാത്തോഡ് റേസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന് ഇവിടെ ഒരു ഗ്ലോ ജനറേറ്റ് ചെയ്തു വരും ഈ ആനോഡിൻ്റെ ഈ ബാക്കിൽ. ഇനി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് കാത്തോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഷാഡോ ഫോം ചെയ്ത് കിട്ടും. അതായത് കാത്തോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് കാത്തോഡ് റേസിന് മാസ് ഉണ്ട്. അതായത് കാത്തോഡ് റേസിൻ്റെ പാത്തിൽ ഒരു പാഡിൽ വീല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീല് കറങ്ങും. അതായത് ഇതിന് മാസ് ഉള്ളത് കാരണം ഇതിന് കറക്കാനുള്ള ആ എനർജി കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ്, കാത്തോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. കാത്തോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കാത്തോഡ് റേസിൻ്റെ പാത്തിൽ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലെ ആ പോസിറ്റീവ് പ്ലേറ്റിന് അടുത്തേക്ക് ഈ കാത്തോഡ് റേസ് ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതായത് കാത്തോഡ് റേസ് നെഗറ്റീവ് ചാർജ് ആണ്, അതാണ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഡിഫ്ലക്റ്റഡ് ആയത്. വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ്? റേഡിയോ ആക്ടിവിറ്റി എന്നാൽ ചില എലമെൻറ്റ്സ് അത് സ്വയം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെയാണ് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി. എക്സാമ്പിൾ യുറേനിയം, തോറിയം, അതെല്ലാം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ഹെൻറി ബെക്കറൽ ആണ് ഈ റേഡിയോ ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്തത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്ലി ചാർജും ഒരു മാസുമുള്ളതാണ്. ബീറ്റ റേസിന് നെഗറ്റീവ് ചാർജാണുള്ളത്. ഗാമ ചാർജുമില്ല, മാസുമില്ല. ഇതാണ് ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദ മേജർ കൺസെപ്റ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ? റുദർഫോർഡ്സ് ആറ്റം മോഡൽ, ഈ മോഡലിനെ നമ്മൾ അറിയപ്പെടുന്നത് ഒരു പ്ലാനറ്ററി മോഡൽ എന്നാണ്. കൈൻഡ് ഓഫ് ഇങ്ങനെ ഇരിക്കും. ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിൻ്റെ സൈസ്, ടോട്ടൽ സൈസുമായിട്ട് നോക്കുമ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് നല്ല കുറവാണ്. പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം അത് കംപ്ലീറ്റ് ആയിട്ട് ഈ സെൻട്രൽ ന്യൂക്ലിയസിലാണ് ഫോക്കസ് ആയിരിക്കുന്നത്. മാസും മേജർലി സെൻട്രലിൽ തന്നെയാണ്, ന്യൂക്ലിയസിൽ തന്നെയാണ്. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓർബിറ്റിൽ കൂടെ. ഇങ്ങനെയൊക്കെയാണ് ഈ റുദർഫോർഡ് ആറ്റം മോഡൽ ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ പല കാര്യങ്ങളും, ഇതിൽ സെൻട്രൽ പാർട്ടിലാണ് പോസിറ്റീവ് ചാർജ് ഫോക്കസ് ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം.
പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോൺസ് സെൻറ്ററിൽ തന്നെയാണ്. ആ എക്സ്പ്ലനേഷനും കറക്റ്റാണ്. മാസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ആണ് പുറത്തുള്ള ഇലക്ട്രോൺസിന് നെഗ്ലിജിബിൾ മാസ് ആണുള്ളത്. അപ്പോൾ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ മേജർലി ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും മാസാണ്. അതുകൊണ്ടാണ് മാസും ന്യൂക്ലിയസിൽ തന്നെ ഫോക്കസ് ആയിരിക്കുന്നതെന്ന് പറയുന്നത്. അതും എക്സ്പ്ലെയിൻ ചെയ്തത് കറക്റ്റ് തന്നെ. ഇവിടെ ഒരു കാര്യം ഈ റുദർഫോർഡ്സ് മോഡൽ ഫെയിൽ ചെയ്തത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എനർജി ലൂസ് ആയിട്ട് ന്യൂക്ലിയസിലേക്ക് വീഴാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് സംഭവിക്കുന്നില്ല ആറ്റത്തിൻ്റെ കേസിൽ. പക്ഷേ റുദർഫോർഡിൻ്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഈ റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാട്ട് ഇസ് മെന്റ് ബൈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? Specify the key rule associated with electron filling in a shell. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസ് അത് എങ്ങനെയാണ് ഷെല്ലുകളിൽ ഫില്ലിംഗ് നടന്നിരിക്കുന്നത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മോഡൽ. അതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഈ മോഡലിൽ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഡിഫറെൻറ്റ് ഷെല്ലുകളിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് ഓരോ ഷെല്ലുകൾക്കും ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിനെ എടുക്കാൻ പറ്റുന്നത്. 2n² എന്ന റൂൾ അനുസരിച്ചിട്ടാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. എന്നിൻ്റെ വാല്യൂ 1, അതായത് ഫസ്റ്റ് ഷെല്ലിൽ എന്നിൻ്റെ വാല്യൂ 1, 2 × 1² ആകുമ്പോൾ 2. ഇന്നർ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള ഇലക്ട്രോണ് ഉണ്ടെങ്കിൽ ആ ആറ്റത്തിലെ അടുത്ത ഷെല്ലിലേക്ക് എൽ ഷെല്ലിലേക്ക് പോകും. എൽ ഷെല്ലിൻ്റെ മാക്സിമം എടുക്കാൻ പറ്റിയ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 × 2², 8. അപ്പോൾ 8. അതായത് ഇപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ആറ്റത്തിൽ 12 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് 2 ഇലക്ട്രോൺസ് ഇന്നർ ഷെല്ലിൽ കൊടുത്തു, സെക്കൻഡ് 8 ഇലക്ട്രോൺസ് രണ്ടാമത്തെ ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ ടോട്ടൽ 2 + 8 10 ആയി. ഇനി റിമൈനിങ് 2 ആണ്, അത് ഔട്ടർ ഷെല്ലിൽ. അങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഉള്ളിലുള്ള ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തിയതിന് ശേഷം മാത്രമാണ് ഔട്ടർ ഷെല്ലുകളിലേക്കുള്ള ഇലക്ട്രോൺ ഫില്ലിംഗ് ചെയ്യുള്ളൂ. ഇത് രണ്ടുമാണ് മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട റൂള്. ഈ ഇലക്ട്രോൺ ഫില്ലിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു എലമെൻ്റ് എടുക്കുക, ആർഗോൺ. ആറ്റമിക് നമ്പർ 18 ആണ്. അപ്പോൾ 18 ഇലക്ട്രോൺസ് ആണ് ആർഗോണിൽ ഉള്ളത്. ആ 18 ഇലക്ട്രോൺസ് ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 8, ബാക്കിയുള്ള 8 ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ. ഇങ്ങനെയാണ് ആർഗോണിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുന്നത്. ഇനി നമ്മുടെ ബുക്കിൽ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ആണ് അലോ ചെയ്യുള്ളൂ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ എലമെൻറ്റും അത് ഒക്ടറ്റ് സ്റ്റേജിൽ ആകാനാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ വൺസ് അത് ഒക്ടറ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് എടുക്കില്ല. അപ്പോൾ അടുത്ത എലമെൻ്റായ പൊട്ടാഷ്യം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? പൊട്ടാഷ്യത്തിൻ്റെ ആറ്റമിക് നമ്പർ 19 ആണ്. ടോട്ടൽ 19 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 8, 9 ആകാൻ പറ്റില്ല. കാരണം ഈ റൂൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം 8 പറ്റുള്ളൂ. അപ്പോൾ ഈ 9ാമത്തെ ഇലക്ട്രോൺ എവിടെയാണ് പോകുന്നത്? അത് ഡിറ്റർമിൻ ചെയ്യുന്നത് സബ്ഷെൽ എന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ സിലബസിലില്ല. ഇപ്പോൾ നമുക്ക് 2, 8, 8 വരെയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുന്ന ആറ്റമിക് നമ്പർ 1 to 18 വരെയുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള സബ്ഷെൽ കൺസെപ്റ്റിനനുസരിച്ചിട്ട് ഉള്ള ഇലക്ട്രോൺ ഫില്ലിംഗ് എല്ലാം ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. സ്ട്രക്ചർ ഓഫ് ആറ്റംസ് എന്ന ഈ ചാപ്റ്ററിൽ 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ഡാഷ് ആറ്റംസ്. അറ്റ് നോർമൽ പ്രഷർ എയർ ഈസ് ഇൻസുലേറ്റർ ഓർ കണ്ടക്ടർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ പ്രഷറിൽ ഗ്യാസസ് ഇൻസുലേറ്റർ ആയിരിക്കും. ഗ്യാസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അറ്റ് ഡാഷ് പ്രഷർ. ഏത് പ്രഷറിലാണ് ഗ്യാസസ്
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണത് ലോ പ്രഷറിൽ. ഇലക്ട്രോഡ്സ് കണക്റ്റഡ് ടു നെഗറ്റീവ് പോൾ ഓഫ് ദ സെൽ ഇസ് കോൾഡ് കാത്തോഡ്. Electrodes connected to positive pole of the cell is called anode. Radioactivity was discovered by the scientist Henry Becquerel. Rutherford's atom model is also known as planetary model of atom. Dash is the smallest and lightest positive particle in the canal rays. Protons. Orbits are also called shells. For an orbit number n, the maximum number of electrons that can be accommodated. Orbit number n ആണെന്നുണ്ടെങ്കിൽ maximum number of electrons വരാൻ പറ്റുന്നത് 2n². The number of dash differs in an isotope of an element. ഐസോട്ടോപ്പിൽ number of neutrons ആണ് വ്യത്യാസം വരുന്നത്. Heavy water is the oxide of deuterium. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. Dash is the carbon isotope used to study the metabolic process in plants and animals. ഏത് കാർബൺ ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്? കാർബൺ 13. Dash is a radioactive isotope of carbon. Carbon 14. Which subatomic particles of an atom determines the element it belongs to. അതേതാണ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിന്റെ ടോട്ടൽ നമ്പറാണ് ആ എലമെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെയിം ദ ഹൈഡ്രജൻ ഐസോടോപ്പ് ദാറ്റ് ഹാസ് നോ ന്യൂട്രോൺസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. പ്രോട്ടിയം. ന്യൂട്രോൺസ് ഇല്ലാത്ത ഒരേ ഒരു എലമെന്റാണ് പ്രോട്ടിയം, ഹൈഡ്രജന്റെ ഐസോടോപ്പ്. Heavy water is used in dash nuclear reactors. Name an isotope which is used for thyroid gland treatment. Iodine 131. Dash is an isotope used as fuel in nuclear reactors. Uranium 235. Name an isotope used for cancer treatment. Cobalt 60. Dash is the isotope used to detect the leakage in industrial pipelines. Answer: sodium 24. Name the isotope used to diagnose anemia. Answer: iron 59. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.